നമ്മോടൊപ്പമുള്ളത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻജിയാണ്. വി മുരളീധരൻജിയെ BJP പേജിലേക്ക് സ്വാഗതം ചെയ്യും. നിരവധി മെസ്സേജുകളാണ് നമുക്ക് ആശങ്ക അറിയിച്ചിട്ട് പ്രവാസികളായും മറ്റ് രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ടും പലരും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 2000-ലധികം മെസ്സേജുകളാണ് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിൽ ചില മെസ്സേജുകൾ മുരളീധരൻജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആദ്യം ശാസ്ത്രമംഗലത്തിൽ നിന്ന് ശ്രീമതി ജയാകാൻ നായർ ചോദിച്ചത്, മാലദ്വീപിലെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ നിർബന്ധരായ ഇന്ത്യൻ പ്രവാസികൾ ഒറ്റപ്പെടുത്തൽ ഭീഷണി പരിപൂർണമായ ഒറ്റപ്പെടുന്ന ഒരു ഭീഷണി നേരിടുന്നതായിട്ട് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇതിലുള്ള? നമ്മളിന്നിപ്പോ ഈ ആഗോളതലത്തിൽ തന്നെ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പകർച്ചവ്യാധി ഭീഷണിയെ നേരിടാൻ എല്ലാ രാജ്യങ്ങളും സംയുക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെടുത്തൽ ഭീഷണി കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രി ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരുമായും വിദേശകാര്യമന്ത്രിമാരുമായും നിരന്തരമായിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിലുള്ള അംബാസഡർമാരുമായിട്ട് വിദേശകാര്യ വകുപ്പിലെ 2 മന്ത്രിമാർ, ബഹുമാനായിട്ടുള്ള ശ്രീ ജയശങ്കർജിയും ഞങ്ങൾ 2 പേരും അംബാസഡർമാരുമായും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള അന്താരാഷ്ട്ര വിമാന യാത്രാ സർവീസുകൾ അത് മുഴുവൻ തന്നെ നിർത്തലാക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി നമ്മളോട് എല്ലാവരോടും ആഹ്വാനം ചെയ്തിട്ടുള്ളത് എവിടെയാണോ നമ്മളുള്ളത് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോക്ഡൌൺ അവസാനിക്കുന്നതുവരെ മറ്റൊരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, വിവിധ ജില്ലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മറ്റ് ജില്ലകളിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് മാലദ്വീപാണെങ്കിലും മറ്റേത് രാജ്യമാണെങ്കിലും ആ രാജ്യങ്ങളിലെ സർക്കാരുകൾ അവരുടെ ശ്രമം ആ പ്രദേശത്ത് അവരുടെ രാജ്യത്ത് അസുഖം ബാധിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. മാലിയിൽ പ്രത്യേകമായിട്ട് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഹോം ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കും. ഇതിന് വലിയ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ കുറെ ആളുകൾ ആശങ്ക അറിയിച്ചത് അവര് രാജ്യത്തേക്ക് തിരിച്ചെത്തിയാൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് പല ആൾക്കാരും ചോദിച്ചത്. അല്ല, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കോവിഡിനെ നേരിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് കോവിഡിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഇന്ന് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കാരണം ജോലി ചെയ്യാൻ സാഹചര്യമില്ലാത്ത ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വരുമാന മാർഗങ്ങളില്ലെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് ഉതകുന്ന നടപടികൾ, ആ നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ ഉള്ള ജോലി നഷ്ടപ്പെടുന്ന ആളുകൾ, ആ ജോലി നഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ആദ്യത്തെ
ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാർ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അതിനുശേഷമുള്ള നടപടികൾ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകൾ തിരിച്ചു വന്നതിന് ശേഷം സർക്കാരിനെ ആലോചിക്കുന്നു. ഈ സന്ദർശന വിസയിലൊക്കെ പോയ ആൾക്കാരുടെ ഒരു ചോദിക്കുന്നത്, വിമാന ടിക്കറ്റിലൊക്കെ ഇളവുകൾ ഉണ്ടാവും എന്നാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അല്ല, ഇതിലിപ്പോ തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഔപചാരികമായിട്ടുള്ള തീരുമാനം ഇതുവരെ എടുത്തില്ലെങ്കിൽ പോലും പൊതുവായിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നതിന്റെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് മുൻകാലങ്ങളിൽ വിമാനയാത്ര ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിവിധ വിമാന കമ്പനികളുടെ ഒരു ഡിമാൻഡ് കൂടുമ്പോൾ റേറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമുള്ളതായിട്ട് പരാതിയുണ്ടായി. അത്തരത്തിലുള്ള ഒരു പരാതി ഇല്ലാതെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അതേപോലെ കോവിഡിന് മുന്നേ പ്രവാസികളൊക്കെ ആൾക്കാർ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും തിരിച്ചു പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. തിരിച്ചെത്തിയ ചിലപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ അവർ മുന്നിൽ കാണുന്നത്. അപ്പം പലരും ആ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അതിലെന്താണ് സർക്കാർ? അതായത് ഇതൊരു ഇതുവരെ ഇല്ലാത്ത ഒരു വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നത്. കാരണം അവരുടെ വിസയുടെ കാലാവധി കഴിഞ്ഞു, അതിനകം എത്തിയില്ലെങ്കിൽ വിസ തീർന്നു, നിശ്ചയിച്ച തീയതിക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ അവിടെ ജോലി ലഭിക്കില്ല. പക്ഷെ ഇതൊക്കെ ഒരു സാധാരണ സാഹചര്യത്തിലെ നിയമങ്ങളാണ്. ഇന്ന് ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്. ഈ അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിൽ പണ്ടുകാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ യാത്രകൾ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ മനഃപൂർവ്വം വീഴ്ച വരുത്തിയതല്ല എന്ന് ബോധ്യമാകുന്ന സാഹചര്യത്തിൽ അതനുസരിച്ചിട്ടുള്ള ഒരു പരിഗണന അവിടുത്തെ തൊഴിലുടമകളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്തിന് എത്തിയില്ല എന്നുള്ളതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യം, ആ സാഹചര്യം വളരെ വലിയ തോതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൊതുവായിട്ട് ഈ കോവിഡിനെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ വളർച്ചാ നിരക്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കുറവ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്, അതിൽ എത്ര മാത്രം തൊഴിൽ നഷ്ടം സംഭവിക്കും എന്നുള്ളതൊക്കെ അത് ഈ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിശദമായിട്ട് വിലയിരുത്തി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. UAE എന്ന് പറഞ്ഞൊരു ആശങ്ക, അവിടെ ഈ കോവിഡിന്റെ കാലത്ത് ജോലി നഷ്ടപ്പെട്ടു, യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാതെ അവരെ പിരിച്ചുവിട്ടൊരു സാഹചര്യമുണ്ട്. അതിൽ എംബസിയോട് ഇടപെടാനുള്ള ഒരു നിർദ്ദേശത്തിൽ കൊടുക്കാൻ എല്ലാ അത്തരത്തിലുള്ള ഇന്ത്യക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികളുമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാൻ വേണ്ട ശ്രമം, ആ ശ്രമമാണ് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയുടെ എംബസികളും കോൺസുലേറ്റുകളും നടത്തുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലും ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ട്. മറ്റൊരു ആശങ്ക, ഈ വിമാന സർവീസ് എപ്പോൾ ആരംഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രധാനമായിട്ടും കൂടുതൽ മെസ്സേജുകൾ വന്നത്. ഏത് സമയത്തായിരിക്കും പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുകയാണ്? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോക്ക്ഡൌണിന്റെ നിയമങ്ങൾ വിമാന സർവീസ് ആരംഭിക്കാൻ തടസ്സമാകുന്നുവെന്ന് മാത്രമല്ല, വിമാനയാത്ര നടത്തി വരുന്ന ആളുകൾക്ക് ഒരു ജില്ല ക്രോസ് ചെയ്ത് അടുത്ത ജില്ലയിൽ പോകാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ ഇടുക്കിയും കോട്ടയവും റെഡ് സോണാണ്. എറണാകുളത്ത് വിമാനം ഇറങ്ങുന്ന ഒരാൾക്ക് തൃശ്ശൂർ പോകാൻ സാധ്യതയില്ല, കാരണം തൃശ്ശൂർ ജില്ല അതിർത്തികളൊക്കെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട്
ലോക്ക്ഡൌൺ അവസാനിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അത് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി 3-ാം തീയതിക്ക് മുൻപ് പ്രഖ്യാപിക്കുമ്പോൾ എന്ന് വിമാനയാത്രാ സർവീസുകൾ ആരംഭിക്കും, റെഗുലർ സർവീസുകൾ ആരംഭിക്കും, റെഗുലർ സർവീസ് അല്ലാതെ വിദേശത്ത് നിന്നുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള പദ്ധതി എന്തായിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ഈ ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന തീരുമാനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് തീരുമാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലോക്ക്ഡൌൺ ഉള്ള കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. ലോക്ക്ഡൌൺ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും. അതേപോലെ ജീവൻ രക്ഷാ മരുന്നുകൾ, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഗൾഫിൽ കിട്ടാനില്ല എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. പലരും നാട്ടിൽ നിന്നാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്തിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം? അല്ല, ഈ ഗൾഫില് ഇത്തരത്തിലുള്ള മരുന്നുകൾ ലഭ്യമല്ല എന്നുള്ളത് അല്ല വസ്തുത. മരുന്ന് ലഭ്യമല്ലാത്തതല്ല, അവിടുത്തെ മരുന്നിന്റെ വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അതേ വിലക്കുള്ള മരുന്ന് അവിടെ അതേ വിലക്ക് കിട്ടില്ല. അതുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ നിന്ന് മരുന്ന് പോകുമ്പോൾ ഒരു 3 മാസത്തേക്കുള്ള മരുന്നുമായിട്ടാണ് പോകുന്നത്, ഈ സന്ദർശക വിസയിലൊക്കെ പോകുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ നവംബറിലോ ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ പോയിട്ടുള്ള ആളുകൾ അവരുടെ മരുന്ന് ഇപ്പോ അവിടെ അവസാനിച്ചു, അവരുടെ കൈവശമില്ല. അപ്പൊ അവർക്ക് ഇനി വീണ്ടും മരുന്ന് കിട്ടണമെങ്കിൽ അവിടെ മരുന്ന് കിട്ടാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പൊ കേരളത്തിൽ നിന്ന് എത്തിക്കാനുള്ള സംവിധാനം ഇപ്പൊ ചില നമ്മുടെ കാർഗോ വിമാനങ്ങൾ അത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടുപോകുവാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റിന്റെ അനുവാദമുള്ള മരുന്നുകൾ കൊറിയർ ഏജൻസികൾ വഴി ഇപ്പോ എത്തിക്കുന്ന ഒരു സംവിധാനം നിലവിലും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാൻ. മത്തായി എന്ന് പറഞ്ഞ ഒരാള് US ഇത് പറഞ്ഞത്, അവിടെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, സ്കൂളുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ. പക്ഷെ ഫീസ് വളരെ വലിയ ഫീസാണ് സ്കൂളുകളിൽ. പക്ഷെ ഇപ്പോൾ ഫീസ് അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പക്ഷെ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ ഫീസ് അടയ്ക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, സ്കൂളുകൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനോട് അവരുടെ താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് കാലഘട്ടത്തിൽ ഈ ഫീസ് അടയ്ക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട്? അല്ല, ഇത്തരം കേസുകളിൽ ഓരോ വിദ്യാർത്ഥിയും അയാൾ ചേർന്ന സ്കൂള്, അവിടുത്തെ നിബന്ധനകൾ, ഈ നിബന്ധനകൾ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. എങ്കിൽ പോലും എംബസിയുടെ മുൻപാകെ ഈ വിഷയം എത്തിച്ചു കഴിഞ്ഞാൽ സാധിക്കാവുന്ന എല്ലാ തരത്തിലുള്ള സഹായം, ആ സഹായങ്ങൾ മുഴുവൻ നൽകാൻ ഇന്ത്യൻ എംബസികളിൽ പരിശ്രമിക്കും. ഒരു വടകരയിൽ നിന്നൊരു സ്വദേശികളുടെ മെസ്സേജ് പറഞ്ഞു, ഈ മഹാരാഷ്ട്രയിൽ പൂനെയിൽ കുടുങ്ങിക്കിടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എപ്പം അവരുടെ കൂടെ പ്രായമായ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ട്. അവരെ എത്തിക്കാനുള്ള ഏത് സമയത്ത് എത്തിക്കാൻ പറ്റും? അല്ല, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ മുതൽ ഇന്ത്യക്കകത്ത് ഉള്ള ആളുകൾക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വന്തം സംസ്ഥാനത്ത് പോകാൻ ആവശ്യമായിട്ടുള്ള യാത്ര നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തിലേക്ക് പോകേണ്ട ആളുകളുടെ കാര്യത്തിൽ അവർ രാജ്യത്ത് എവിടെയാണോ ഉള്ളത് ആ ആളുകൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളോടും അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സന്ദർശകരായിട്ട് പോയിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം തൊഴിലിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള അവർക്കെല്ലാവർക്കും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, അത് റോഡ് മാർഗം പോകാനുള്ള നടപടികൾ, ആ നടപടികൾ എല്ലാ സംസ്ഥാനങ്ങളും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളവും അതനുസരിച്ചിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എന്ന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ അത് സംസ്ഥാന സർക്കാർ അതിന്റെ ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എപ്പോഴാണോ പൂർത്തിയാക്കുന്നത് ആ സമയത്തായിരിക്കും അത് സാധിക്കുന്നത്. ഈ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയന്റെ പേരാവൂർ മേഖലാ കമ്മിറ്റി ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അഷ്കർ അലി ജനറൽ സെക്രട്ടറിയാണ് ആശങ്ക അറിയിച്ചത്. അതായത് ഒരു അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം കല്യാണം അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഒഴിവാക്കിയിരിക്കും. അപ്പോൾ വലിയ തോതിൽ ഈ പാചക തൊഴിലാളികൾ ഇതായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഇല്ലാത്തൊരു സാഹചര്യമാണ്, വരുമാനമില്ലാത്ത സാഹചര്യമാണ്. അവരെ പുനരധിവസിപ്പിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാരിന്റെ ഭാഗത്ത്? അല്ല, എല്ലാവരെയും, അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്നുള്ള പേരിൽ വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ എല്ലാവർക്കും അവർക്ക് ആഹാരത്തിനാവശ്യമായിട്ടുള്ള റേഷൻ സാധനങ്ങൾ കിട്ടാനുള്ള സംവിധാനം, പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, ആ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ, അതായത് പ്രായമായവർ, സ്ത്രീകൾ, അതോടൊപ്പം നമ്മുടെ ഉജ്ജ്വല പദ്ധതിയിലൂടെ പാചകവാതകം ലഭിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള വിവിധ ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് അവരെന്ത് തൊഴിൽ ചെയ്യുന്നു എന്ന് നോക്കാതെ അവർക്കെല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആ പദ്ധതികളുടെ പ്രയോജനം അവർക്ക് തൊഴിൽ തുടർന്ന് കിട്ടാൻ സ്വാഭാവികമായും ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് അതിനുള്ള സാധ്യത. അതേപോലെ ഈ ഓം പ്രകാശ് തേജ് എന്ന് പറഞ്ഞിട്ടൊരാള്, അയാളുടെ ലേബർ കാർഡിന്റെ കാലാവധി തീർന്നിട്ടുണ്ട്. അയാള് UAE കുടുങ്ങിക്കിടക്കാന്നാണ് അയാൾ പറയുന്നത്. അത് എന്താണ് ചെയ്യുന്നത്? അക്കാര്യത്തിൽ അവിടുത്തെ നമ്മുടെ കോൺസുലേറ്റുമായിട്ടും പ്രവാസി ഭാരതി സഹായ കേന്ദ്രം, അവിടെ ടെലിഫോണിലൂടെ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം. അതോടൊപ്പം ഇന്ത്യയുടെ കോൺസുലേറ്റ്, ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കിട്ടും. അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഐശ്വര്യ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള നഴ്സിംഗ് സ്റ്റുഡന്റ് അവിടെ ഗോദാവരി ഡിസ്ട്രിക്റ്റിലെ അമലാപുരം ഉള്ള കിംസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. അവരവിടെ 150 സ്റ്റുഡൻസ് അവിടെ ഈ ലോക്ക്ഡൌണിൽ വിട്ടിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടിലാണ്. നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നല്ലോ അതിനുവേണ്ടിയുള്ള ശ്രമം അവർ കുറെ ദിവസമായി ശ്രമിക്കുന്നു. പക്ഷെ എത്താനുള്ള സാഹചര്യമില്ല. 150 കുട്ടികളും വളരെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. കിംസ് ഹോസ്പിറ്റലില് ഗോദാവരി ഡിസ്ട്രിക്ട് അമലാപുരത്ത്. അല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യക്കകത്ത് അന്തർ സംസ്ഥാന യാത്രകൾ നടത്താനുള്ള അനുവാദം ഇന്നലെ മുതൽ നൽകിയിട്ടുള്ളത്. കാരണം ഈ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന ചർച്ച നടന്നപ്പോ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇന്ത്യക്കകത്തുള്ള 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ യാത്ര അനുവദിച്ചുകൊണ്ട് മാത്രമേ അതിനപ്പുറത്തുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളോടും ആ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരായിട്ടുള്ള അല്ലെങ്കിൽ ആ സംസ്ഥാനക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ള ആളുകൾ, ജോലിക്ക് വേണ്ടി പോയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ ഇവരെല്ലാവരെയും തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത്. ഒരുപക്ഷെ ചോദിക്കുന്ന ആൾ ചോദ്യം അയക്കുന്ന സമയത്ത് ഈ തീരുമാനം വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചോദ്യം അയച്ചത്. ഏതായാലും ഇന്നലെ വൈകുന്നേരം തൊട്ട് അതിനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അരുൺ ഒമാനിലെ സലാലയിൽ നിന്നൊരു മെസ്സേജ്, അത് ചോദിക്കുന്ന 3 കപ്പല് 500 വിമാനങ്ങൾ അടങ്ങിയ ഒരു സംവിധാനം ഉപയോഗിച്ച് പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജുകളൊക്കെ വരുന്നു. ഈ വാട്സപ്പ് മെസ്സേജുകൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ആളുകൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ഔദ്യോഗികമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ വേണ്ട സമയത്ത് എല്ലാ ആളുകളെയും അതിന്റെ തീരുമാനങ്ങൾ ആയി കഴിഞ്ഞാൽ അത് അറിയും. അങ്ങനെ വരുമ്പോൾ
എന്തൊക്കെ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ എങ്ങനെയാണ് അവിടെ പുറത്ത് രാജ്യത്ത് താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എങ്ങനെയൊക്കെ വരാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ആ വിവരങ്ങൾ ഈ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരോടും പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പോ വന്നിട്ടുള്ള എല്ലാ വിവരങ്ങളും അത് മാധ്യമ പ്രവർത്തകർ നൽകിയിട്ടുള്ള വാർത്തകളാണ്, അത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളല്ല. മറ്റൊരു കാര്യം, ഈ പല പ്രവാസികളും കയ്യിൽ പണമില്ല, അഥവാ ഇപ്പം പ്രവാസികളെ കൊണ്ടുവരാനാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരെ എന്തെങ്കിലും സർക്കാർ ചെലവിൽ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? അങ്ങനെ അല്ല, ഇപ്പോ അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളൊന്നും തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതായത് തിരിച്ചു വരുന്ന ആളുകൾ എങ്ങനെയായിരിക്കും വരിക, അതിനുള്ള സർക്കാർ എന്തൊക്കെയാണ് ഏർപ്പാടുകൾ ചെയ്യാൻ പോകുന്നത്, അത്തരത്തിലുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ആയിക്കഴിഞ്ഞാൽ അതറിയും. ഇതേപോലെ തന്നെ വേറൊരിതാണ്, ലോക്ക്ഡൌണിന് മുന്നേ തന്നെ ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിനുശേഷം വിമാന സർവീസുകളൊക്കെ ബന്ദ് ചെയ്തു. അപ്പോൾ അവർക്ക് ഈ ടിക്കറ്റ് പണം തിരിച്ചു കൊടുക്കുമോ, അതോ അവർക്ക് മറ്റൊരു സമയത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം പ്രവാസികൾക്ക്? ഇപ്പോ നേരത്തെ പല വിമാന കമ്പനികളും അവരുടെ എമൗണ്ട് ഒരു ഷെൽ അക്കൗണ്ടിലിട്ട് അത് പിന്നീട് യാത്ര ചെയ്യുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൌൺ പീരീഡിലേക്ക് എടുത്ത യാത്രാ ടിക്കറ്റുകളുടെ മുഴുവൻ പണവും യാത്രക്കാരന് നേരിട്ട് നൽകണം എന്നുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോക്ക്ഡൌൺ പീരീഡിലേക്ക് എടുത്തിട്ടുള്ള എല്ലാ ടിക്കറ്റുകളുടെയും പണം അവർക്ക് തിരിച്ചു. അത് വിമാന കമ്പനികളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രത്യേകമായിട്ട് തന്നെ നമ്മുടെ സിവിൽ വ്യോമയാന വകുപ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ പ്രവാസികളുടെ ആശങ്കകൾ തന്നെയായി ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിരിക്കുന്നത്. പത്തനാപുരത്ത് നിന്നുള്ള കൃഷ്ണമാണ് അയാൾ ചോദിച്ചിരിക്കുന്നത്, ഈ പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള എന്തെങ്കിലും പ്രയോറിറ്റി സർക്കാരിന്റെ മുന്നിലുണ്ടോ? അങ്ങനെ ഇതൊന്നും ഞാനിപ്പോ പറയുന്നതൊന്നും തന്നെ തീരുമാനങ്ങളായിട്ടുള്ള വിവരങ്ങളല്ല. പക്ഷേ ധാരാളം വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ട്. ഉദാഹരണത്തിന് അപ്രായമായിട്ടുള്ള ആളുകൾ, അസുഖമായിട്ടുള്ള ആളുകൾ, ഗർഭിണികളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വിസിറ്റിംഗ് വിസയിൽ പോയിട്ടുള്ള ആളുകളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വാർഷികാവധിക്ക് വരുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇവരിൽ എല്ലാവരും അവര് തിരിച്ചു വരുന്നതിൽ വളരെ അർഹതയുള്ള ആളുകൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം, ആ തീരുമാനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു വേണ്ട ഏർപ്പാട് വിദേശകാര്യ വകുപ്പ് ചെയ്യും. അതനുസരിച്ചിട്ടായിരിക്കും മടക്കയാത്രയുടെ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കാൻ പോകും. ഈ ജെസോ ജോണി എന്ന് പറഞ്ഞ ഈ വിദേശങ്ങളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ ആരോഗ്യ മേഖലയിൽ, വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, ഇവർക്ക് എന്തെങ്കിലും പ്രത്യേക പെർമിഷൻ എന്തെങ്കിലോ സർക്കാർ കൊടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോ ഗൾഫ് രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ പ്രത്യേകമായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ, താൽക്കാലികമായിട്ട് ആളുകളുടെ ആവശ്യമുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ഡോക്ടർമാര്, നഴ്സുമാര്, അത്തരത്തിലുള്ള ടെക്നീഷ്യൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള അനുവാദം നൽകണം എന്നുള്ള ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അധികം വൈകാതെ അക്കാര്യത്തിലൊരു തീരുമാനം. അതുപോലെ പല ആൾക്കാരും ഈ വേതന ഇല്ലാതെയാണ് പല സ്ഥലത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അവർക്ക് വേതനത്തോടു കൂടി ഇത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് വേതനം കൂടി കൊടുത്തിട്ട് ജോലി ചെയ്യാനുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെ വേതനമില്ലാതെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് തൊഴിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിനെ വിവരം അറിയിക്കണം. കോൺസുലേറ്റ് ആവശ്യമായിട്ടുള്ള നടപടികൾ.
കേരളത്തിൽ നിന്ന് സജിത് ചോദിച്ച് ബാലുശ്ശേരി എന്നുള്ള ഈ ക്ഷേത്രാനുഷ്ഠാന കലാകാരന്മാരുണ്ട്. അവരുടെ ഈ ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കുന്ന കാലഘട്ടമായി ഈ സമയം. പക്ഷെ അവരുടെ ഒരു വരുമാന മാർഗം തന്നെയാണ് നിലച്ചുപോയത് ഉത്സവങ്ങൾ നടക്കാത്തതുകൊണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പരിരക്ഷ, നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് പദ്ധതിയിലോ എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റുമെന്ന് സജിത് ചോദിച്ചു. അല്ല, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, പാചക തൊഴിലാളികളുടെ കാര്യത്തിലാണെങ്കിലും ക്ഷേത്ര ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിലും അനുഷ്ഠാന കലകളുടെ കാര്യത്തിലാണെങ്കിലും വിവിധ അത്തരത്തിലുള്ള നിരവധി തൊഴിലുകൾ, അതായത് ഉദാഹരണത്തിന് കലാകാരന്മാരുണ്ട് ധാരാളം. അവര് പല പരിപാടികൾക്കും പോകുന്ന ആൾക്കാരാണ്, അവരോടൊപ്പം പോകുന്ന ആൾക്കാരുണ്ട്, അവരുടെ അക്കമ്പനിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ ഇവർക്കൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വരുമാനമുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ വരുമാന സ്രോതസ്സുകൾ മുഴുവൻ ഈ യാത്രകൾ ഇല്ലാത്തതുകൊണ്ടും 5-ൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് ചേരാൻ പറ്റാത്തതുകൊണ്ടും അവരുടെയൊക്കെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സും ഇപ്പൊ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ആളുകളെ വിവിധ മേഖലകളിൽ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ തൊഴിലും ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് പറയാതെ തന്നെയാണ് കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് പുതിയ പുതിയ പല തരത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെറുകിട വ്യവസായ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ, അത് എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൽ പാചക തൊഴിലാളിയെന്നോ ക്ഷേത്ര അനുഷ്ഠാന കല എന്നുള്ളതോ ആയിട്ടുള്ള ഒരു വേർതിരിവും ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുക, അതിനുവേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഇതാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് സർക്കാർ എടുത്തുകൊടുക്കുന്നത്. ഈ കോവിഡിന്റെ കാലഘട്ടത്തില് പ്രത്യേകിച്ച് എന്തെങ്കിലും കേരളീയരോട് പറയാനുള്ളത്? ഇല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്മള് ദീർഘമായിട്ടുള്ളൊരു കാലയളവിൽ കേരളം കൈവരിച്ചിട്ടുള്ള പുരോഗതിയുടെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ വളരെ മാരകമായിട്ടുള്ള ഒരു പകർച്ചവ്യാധി നേരിട്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ അന്നത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെ തിരുവിതാംകൂറിലും ഒക്കെ ലഭ്യമായത്. തുടർന്ന് ഇങ്ങോട്ട് വിവിധ മേഖലകളിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള പുരോഗതി, ആ പുരോഗതിയുടെ ഗുണഫലങ്ങളാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും നമ്മൾ കൈവരിച്ചിട്ടുള്ള പുരോഗതി, ആ പുരോഗതിയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ സാമൂഹ്യ അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ മലയാളിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ അസുഖത്തെ നേരിടാനുള്ള ഒരേ ഒരു മാർഗം അത് പകർന്ന് കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ടുള്ള ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, ഈ തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് ഈ അസുഖത്തെ നേരിടാൻ പറ്റുക. അത് ഒരുപക്ഷെ സംസ്ഥാനത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ്, പക്ഷെ നമ്മളെപ്പോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവ ഇപ്പോ 0 കോവിഡ് പോസിറ്റീവ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അവിടെ സമ്പൂർണമായിട്ടും ഗ്രീൻ സോൺ ആയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു. ഒരൊറ്റ കോവിഡ് കേസ് ഇപ്പൊ ലൈവായിട്ടുള്ള കോവിഡ് കേസില്ല.
അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ അവര് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയാണ്. അതേസമയത്ത് ഗോവയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലും അവരെടുക്കുന്നു. ഇത് തന്നെയാണ് കേരളത്തിലും എടുക്കാൻ. അതുകൊണ്ട് കേരളത്തിൽ സർക്കാരിനോടൊപ്പം പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു പീപ്പിൾ ഡ്രിവൺ ആക്ടിവിറ്റിയാണെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ സൂചിപ്പിച്ചത്. അതായത് ജനപങ്കാളിത്തത്തോടുകൂടി ഇതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അപ്പൊ അങ്ങനെ ജനപങ്കാളിത്തത്തോടുകൂടി ഈ അസുഖത്തെ, ഈ മഹാവ്യാധിയെ നേരിടാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും, ആ തയ്യാറെടുപ്പുകളാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് സഹകരിക്കണം എന്നാണ് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാൻ. ഈ കേരളം ബി ജെ പി കേരളം പേജിൽ വിലപ്പെട്ട സമയം നൽകിയ മുരളീധരന് എല്ലാവിധ നന്ദിയും.